രാഹുൽ ഈശ്വർ കൂടി ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, KP ശങ്കരദാസിനെതിരെ ഹൈക്കോടതിയുടെ വിമർശനം ഉണ്ടാകുമ്പോൾ കേസിൽ പ്രതിയേർത്ത നാൾ മുതൽ ആശുപത്രിയിൽ പോയി കിടക്കും, എന്ത് അസംബന്ധമാണ് ഈ നാട്ടിൽ നടക്കുന്നതെന്നുൾപ്പെടെ കോടതി ചോദിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ഒപ്പം തന്നെ ദേവസ്വം ബോർഡിന് എന്താണ് പണി എന്ന് ചോദിക്കുന്ന ഒരു ഘട്ടമുണ്ടാകുന്നു. ഒപ്പം അതിനപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് ഈ മാനുവലിനപ്പുറത്തേക്ക് ഒരു ആക്ട് വരേണ്ടതുണ്ട്, അതിങ്ങനെ ബെഞ്ച് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കോടതിയിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉണ്ടാകുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. നിലവിൽ പ്രതികളുടെ ഭാഗത്തുണ്ട നടപടികളിലും ഒപ്പം തന്നെ അറസ്റ്റ് ചെയ്യാത്തതിലും ഒപ്പം ദേവസ്വം ബോർഡിന്റെ ഈ പ്രവർത്തനങ്ങളൊക്കെയും ഇങ്ങനെയാണ്. മൂന്നാമത്തെ കാര്യത്തിന് ആദ്യം തന്നെ ഒരു വിശ്വാസി എന്ന നിലയിൽ പൂർണ്ണമായ ആശ്വാസവും പിന്തുണയും കയ്യടിയും നൽകിക്കോട്ടെ. ദേവസ്വം ബോർഡ് ഇത്തരം കാര്യങ്ങളിൽ കോംപ്രിഹെൻസീവായ ആക്ടിന്റെ കാര്യത്തിൽ പോവുകയും കൃത്യമായ നിർവചിക്കപ്പെടുന്ന കാര്യങ്ങൾ വേണം എന്നുള്ളത് വിശ്വാസ സംഘടനകൾ ഒരുപാട് കാലമായി പറയുന്നതാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് റേസ് ചെയ്തതിൽ വളരെ സന്തോഷവും ആശ്വാസവും ഉണ്ട്. രണ്ട്, കോടതി പ്രധാനമായി ചോദിച്ച ചോദ്യം എല്ലാം പോറ്റി ഏൽപ്പിക്കാനാണെങ്കിൽ പിന്നെ ദേവസ്വം ബോർഡ് എന്തിനാണ് എന്നുള്ളതാണ്. അതും വളരെ പ്രസക്തമായ കാര്യമാണ്. കാരണം ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് മാറി പോറ്റിയെ മാത്രം കുറ്റം പറയരുതെന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയോട് താഴ്മയായ ഒരു അയ്യപ്പ വിശ്വാസിയുടെ അഭ്യർത്ഥന, 83 വയസ്സിലധികമായ ശ്രീ ശങ്കർദാസിന് കോടതി കനിഞ്ഞ് കുറച്ച് മനുഷ്യത്വ പരിഗണനയിൽ ഇളവ് നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ എനിക്ക് പേഴ്സണലി പോലും അറിയില്ല, കാര്യം അദ്ദേഹത്തിന്റെ അവസ്ഥ അത്ര മോശമാണ്. അദ്ദേഹത്തിന്റെ വീട്ടുകാരോടൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ അവസ്ഥ വളരെ മോശമാണ്. അതുകൊണ്ട് എനിക്കറിയില്ല കോടതിയിൽ നമ്മുടെ SITക്കോ മറ്റോ വേണ്ട രീതിയിൽ ബോധ്യപ്പെട്ടതാണോ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥ? ഇല്ല, അദ്ദേഹത്തിന്റെ വീട്ടുകാർ, അദ്ദേഹത്തെ എനിക്കറിയില്ലായിരുന്നു. എന്റെ ഒരു പരിചയക്കാരന്റെ സുഹൃത്തിന്റെ വീട്ടുകാരാണ് ഇദ്ദേഹം. അവരെന്നെ വിളിക്കുകയും അവരുടെ ഫോട്ടോ ഒക്കെ കാണിക്കുകയും ചെയ്തു. അപ്പൊ മാത്രമല്ല 83 വയസ്സോളമായി അദ്ദേഹം സ്ട്രോക്ക് വന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പോ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് ഇതിൽ ലീഗൽ കൾപ്പബിലിറ്റി ഉണ്ടെന്ന് ആരും പറയുന്നില്ല. അദ്ദേഹത്തിന് ഇതിൽ മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ദേവസ്വം ബോർഡിന്റെ കൂട്ടുത്തരവാദിത്തത്തിന്റെ ഭാഗം മാത്രമാണ്. അപ്പൊ ഈ 83 വയസ്സായ മനുഷ്യന് ചില കാര്യങ്ങൾക്കെങ്കിലും നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഇളവ് കൊടുക്കണം. ഒരു കാര്യം കൂടെ പ്രത്യേകം ശ്രദ്ധിക്കണം, അദ്ദേഹത്തിന്റെ മകൻ പോലീസുകാരനായതുകൊണ്ടോ അല്ലെങ്കിൽ മകൻ മുമ്പ് ശബരിമല യുവതികളെ കയറ്റാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉള്ളത് കൊണ്ടോ ഒന്നും നമുക്ക് അദ്ദേഹത്തോട് ഈ അവസരത്തിൽ പ്രതികാരം തീർക്കരുത്. എനിക്കറിയില്ല, കോടതി അത് ആ രീതിയിൽ കണിക്കുമായിരിക്കും. വേണ്ട രീതിയിൽ SIT ഈ വിഷയങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കോടതിയും വിട്ടില്ലല്ലോ എന്നായിരുന്നു അദ്ദേഹം സുപ്രീം കോടതിയിൽ ഈ പരാമർശങ്ങളൊക്കെ നീക്കണം എന്ന് പറഞ്ഞു. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോ സുപ്രീം കോടതി വെച്ചിട്ടുള്ള ഒരു ചോദ്യം ഞാൻ ആ വിധിയും വായിച്ചു. കാര്യം പൂർണ്ണാർത്ഥത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത്രയും രൂക്ഷമായിരുന്നില്ല. അത് ദൈവത്തിന്റെ കേസാണ് എന്നൊക്കെയാണ് സുപ്രീം കോടതി സൂചിപ്പിച്ചത്. എന്നിട്ട് പരാമർശങ്ങൾ മാറ്റി കിട്ടണമെങ്കിൽ ഹൈക്കോടതിയിലേക്ക് പോകൂ. ഇതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. അതിന്റെ സീരിയസ്നെസ് വലിയ രീതിയിൽ കാണുന്നു. എന്നിരുന്നാൽ പോലും ഈ പ്രായാധിക്യമെന്നൊരു കാര്യം, ഇനി അദ്ദേഹത്തെ ട്രയലിൽ ഇദ്ദേഹത്തിന് കുറ്റമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണം. അതിന് പ്രായമൊന്നും ഒരു മാനദണ്ഡമേ അല്ല. പക്ഷെ ജാമ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ആദ്യ ഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ മുതിർന്ന ഒരാളെ ബുദ്ധിമുട്ടിക്കരുതെന്നുള്ളതാണ് ഒരു അയ്യപ്പ വിശ്വാസിയുടെ പ്രാർത്ഥന. അതോടൊപ്പം എനിക്കറിയില്ല തന്ത്രിയുടെ കാര്യത്തിൽ എന്തെങ്കിലും പരാമർശങ്ങൾ വന്നോ ഇല്ലയോ എന്ന്. പക്ഷേ ഇപ്പോഴും ദേവസ്വം ബോർഡിന്റെ ഭരണവീഴ്ചയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്ന പോയിന്റ് പ്രത്യേകം ശ്രദ്ധിക്കണം. ദേവസ്വം ബോർഡിന്റെ ഭരണവീഴ്ചയ്ക്കാണ് തന്ത്രി അടക്കം ഇപ്പോൾ ജയിലിൽ കിടക്കുന്നത്. അത്തരം കാര്യങ്ങളിൽ കോടതിയുടെ ശ്രദ്ധ ഉണ്ടാകണമെന്ന് ഒരു അയ്യപ്പ വിശ്വാസി എന്ന നിലയിൽ അഭ്യർത്ഥിക്കുകയാണ്. കാര്യം തന്ത്രിയുടെ ബന്ധു ആയതുകൊണ്ടല്ല, കാര്യം തന്ത്രിക്ക് ഇതിൽ നേരിട്ട് ഉത്തരവാദിത്വം ഇല്ല എന്നുള്ളത് ലീഗലി സെറ്റിൽഡ് ആയ ഒരു പൊസിഷനാണ്. ശരി, എന്തായാലും അത് ലീഗലി തെളിയിക്കാൻ പറ്റുമോ എന്താണെന്നുള്ളതൊക്കെ അതനുസരിച്ച് കോടതി തന്നെ പറയട്ടെ.